തീർത്തത് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ എല്ലാവർക്കും അറിയുന്ന ചരിത്രമല്ലേ. ഓരോ ദിവസവും ഓരോ ഖത്മുകൾ തീർത്തു. വിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ ഈ 2 ഖത്മുകൾ തീർത്തു. ഇങ്ങനെ വിശുദ്ധമായ റമളാൻ മാസത്തെ വല്ലാതെ ബഹുമാനിക്കുകയും ഒരുപാട് ഖത്മുകൾ തീർക്കുകയും ചെയ്തു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മദീനയുടെ സുന്ദരമായ മണ്ണിൽ നിന്ന് മിസ്ർ എന്ന മണ്ണിലേക്ക് കടന്നു വന്നത് ഹിജ്റ 200-ലാണ്. അന്നു മുതൽ മരണം വരെ ഖബറിലിരുന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുന്നു. രാത്രി മുഴുവനും റബ്ബിലേക്ക് വേണ്ടി ഇബാദത്താണ്, നിസ്കാരമാണ്, പകൽ മുഴുവനും നോമ്പാണ്. ഇങ്ങനെയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതം. ചരിത്രത്തിൽ നമുക്ക് കാണാം 6000-ഓളം വരുന്ന ഖത്മുകൾ മഹദി അവറുകൾ തീർത്തിരുന്നു. നമുക്കൊരു ഖത്മുകൾ ജീവിതത്തിൽ തീർക്കാൻ കഴിഞ്ഞോ? എത്ര ഖത്മുകളാണ് നാം തീർത്തത്? ഇന്നും വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഖത്മുകൾ തീർക്കുന്ന ആളുകളില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും ഒരാൾ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ ഫലഹു ഹസന, അവനിക്കൊരു നന്മയുണ്ട്. ഒരു നന്മ എന്ന് പറയുമ്പോൾ വഹസന അശറതി അംസാലിഹാ, അത് 10 നന്മയോളം സമമാണ്. ഇത് റമളാനിലെ പ്രത്യേകതയല്ല മുത്തുനബി തങ്ങൾ പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഓതിയാലുള്ള പ്രതിഫലമാണ്. റമളാനിലാകുമ്പോൾ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ പ്രതിഫലം, ഒരു ഫർദിന് 70ഓളം ഫർദ് ചെയ്ത പ്രതിഫലമാണുള്ളത്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്കല്ലാഹ് നൽകിയ ഓഫറാണ്. എത്ര പേരാണ് റമളാനിൽ ഖുർആൻ ഓതിയത്? റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി, മഗ്ഫിറത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇനിയും നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ല. അവസാനത്തെ 10-ലാണ് നാം ഉള്ളത്. ഇനി ചെറിയ വിരലിൽ എണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നരകമോചനം ചോദിക്കണ്ട അവസാനത്തെ ഈ 10-ൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് നരകമോചനം ചോദിക്കണം. പാവക്കരങ്ങളെ മുഴുവനും അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം വളരെ ഗൗരവമുള്ളതാണ്. നിസ്കാരം വളരെ ഗൗരവമുള്ളതല്ലേ? ഹബീബായ തങ്ങൾ പറയുകയല്ലേ, മൻ തറക സ്വലാത്ത മുതഅമ്മിദ